വിവാഹ കാര്യം നിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയായിരുന്നു. ഇനി അത് നീട്ടിക്കൊണ്ടു പോകാൻ നിവൃത്തിയില്ല. ചേട്ടൻ സസ്പെൻഷനിലല്ലേ അച്ഛാ? അതെ, അവന്റെ കേസ് കഴിയാതെ വിവാഹം നടത്താൻ പറ്റില്ലല്ലോ. നടത്തണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കേസിൽ അവനെ ശിക്ഷിച്ച് ജയിലിലയച്ചാലോ? ശിക്ഷ കഴിഞ്ഞ് വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. തൂക്കിക്കൊന്നാലോ? ഏതായാലും അവന് വേണ്ടി ഇനി കാത്തിരിക്കുന്ന പ്രശ്നമേ ഇല്ല. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് നിന്നെ ആരെയെങ്കിലും ഏൽപ്പിക്കണം. അതിന് ജയനുമായി ഞാൻ സംസാരിച്ചു. നിന്നെ വിവാഹം കഴിക്കാൻ അവന് ഇഷ്ടമാണ്. പക്ഷെ എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമാണ്. നിന്നെ ഇതുവരെ വളർത്താമെങ്കിൽ ഞാൻ നിശ്ചയിക്കുന്ന ആളിന് തന്നെ നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കാനും എനിക്ക് കഴിയും. ജയനും നീയുമായുള്ള വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞു. ഓ ഇല്ല, ഞാനിത് സമ്മതിക്കില്ല അപ്പച്ചി. എനിക്ക് ജീവനുണ്ടെങ്കിൽ സുരേട്ടനല്ലാതെ മറ്റൊരാൾ എന്നെ വിവാഹം ചെയ്യില്ല. അപ്പച്ചി എന്താ ഒന്നും പറയാത്തത്? എന്റെ ഇപ്പോഴത്തെ സ്ഥിതി മോക്ക് അറിഞ്ഞുകൂടാ. നിന്നോട് പറയുന്നതിന് മുമ്പ് തന്നെ ചേട്ടൻ എന്നോട് ഇത് പറഞ്ഞു. എന്നിട്ട് അപ്പച്ചി എന്ത് മറുപടി പറഞ്ഞു? ഞാൻ എന്ത് പറയാനാ മോളെ? സുഖമില്ലാത്ത ആളല്ലേ. എന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞ പെട്ടെന്ന് എന്തെങ്കിലും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും ഇത് നടക്കില്ല. വേണ്ടി വന്നാൽ ബാക്കി കൂടി പറയൂ. ഇല്ല, ഇപ്പൊ ഞാൻ പറയില്ല. മോളെ, അത് പറയാതെ നിന്നെ ഞാൻ വിടില്ല. പറയൂ, നീ എന്താണ് പറയാൻ ഭാവിച്ചത്? അപ്പച്ചിയാണ് ചോദിക്കുന്നത്. പറയൂ. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. എന്നിട്ട് സുരേട്ടൻ താമസിക്കുന്ന ഹോട്ടൽ എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് പോവും. എന്നിട്ട് ഞാൻ സുരേട്ടനോട് ഒന്നിച്ച് ജീവിക്കും. അച്ഛന്റെ സ്വത്ത് എനിക്ക് ആവശ്യമില്ല. അത് ചേട്ടനിരിക്കട്ടെ. പൊന്നു മോളെ, അതുകൊണ്ടുണ്ടാകാവുന്ന ആപത്ത് എന്തൊക്കെയായിരിക്കുമെന്ന് നിനക്കറിയാമോ? കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വളർന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് അപ്പച്ചിക്ക് അറിയാലോ. പറയൂ, ഞാൻ മറ്റൊരാളുടെ ഭാര്യയായി തീരുന്നത് അപ്പച്ചിക്ക് ഇഷ്ടമാണോ? പറയൂ. എന്റെ പൊന്നു മോളെ, എനിക്ക് അമ്മയില്ല. അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അപ്പച്ചി എന്റെ വിഷമം മനസ്സിലാക്കണം. ഇന്ന് രാത്രി ഞാൻ സുരേട്ടന്റെ അടുത്ത് പോവും. അപ്പച്ചി എന്നോട് പിണങ്ങരുത്. എന്റെ മോളെ. മിസ്റ്റർ സുരേഷ് ബാബുവിന്റെ മുറി എവിടെയാണ്? തേർഡ് ഫ്ലോർ 52. അദ്ദേഹത്തിന്റെ ഭാര്യ റൂമിലുണ്ട്. ഭാര്യയോ? അതെ, അവര് വൈകുന്നേരം വന്നതാ. നീ എന്തിനിവിടെ വന്നു? എന്തിനു വന്നെന്നോ? എന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നിയല്ലോ. നിങ്ങളൊരു മനുഷ്യനാണോ? എന്നെ വരട്ടാനൊന്നും നോക്കണ്ട. ഞാൻ വിരട്ടാൻ വന്നൊന്നുമല്ല. പിന്നെ നിങ്ങൾ സ്ഥലം മാറിപ്പോയപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ മടങ്ങി വരാന്ന് പറഞ്ഞല്ലേ നിങ്ങൾ പോയത്? എന്നിട്ട് ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? നീ എന്തൊക്കെയാ പറയുന്നത്? നല്ല ചോദ്യം. ഈ കണക്കിന് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ താണ്ട നിങ്ങളല്ലെന്ന് പറയുമല്ലോ. ഇല്ല, ഞാൻ പോകില്ല. ഇല്ല, ഞാൻ പോകില്ല. എന്നെ കൊന്നാലും ഞാൻ പോകില്ല. ഒരു നിമിഷം ഒന്ന് നിൽക്കാമോ? എന്ത് വേണം? നിങ്ങൾ ആരാ? എന്റെ പേര് ശാന്തകുമാരി. ഞാൻ മാവേലിക്കരയിലുള്ളതാ. ഇവിടെ എന്തിനു വന്നു? എന്റെ ഭർത്താവാണ് മുറിയിൽ താമസിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇൻസ്പെക്ടർ ആയിരുന്നപ്പോൾ എന്നെ രജിസ്റ്റർ വിവാഹം ചെയ്തു. എന്നിട്ട് തലമാറി പോന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഗർഭിണിയായ ഞാൻ അന്വേഷിച്ചു വന്നപ്പോ എന്നെ അറിയ പോലുമില്ലെന്ന് പറയുന്നു. എന്താ മനുഷ്യന്റെ പേര്? സുരേഷ് ബാബു. വലിയ ഇൻസ്പെക്ടർ ആണത്രേ. അത് ഞാൻ കാണിച്ചു കൊടുത്തേക്കാം. ഈ മുറിയുടെ വാതിൽ കിടന്ന് ഞാൻ വിഷം കഴിച്ചു മരിക്കും. ആ ദ്രോഹിയെ ഞാൻ വെറുതെ വിടില്ല. സത്യമാണോ മോളെ നീ പറയുന്നത്? സുരേഷിന് വേറെ ഭാര്യയും കുട്ടിയുണ്ടോ? ഉണ്ടപ്പച്ചി. നീ അവളെ കണ്ടോ? കണ്ടു, സംസാരിച്ചു. ചേട്ടനെ അവളെ വഞ്ചിച്ച കഥ
അവളിൽ നിന്ന് എന്നെ കേൾക്കുകയും ചെയ്തു. എന്റെ ഈശ്വര, അപ്പച്ചി പറയൂ, ഇനി ഞാൻ എന്ത് ചെയ്യണം? മോളെ, ഞാൻ ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടാൽ ആ നിമിഷം എന്റെ അച്ഛൻ മരിക്കും. അവിവേകം ഒന്നും കാണിക്കല്ലേ മോളെ. മറ്റെന്ത് വഴിയുണ്ട് അപ്പച്ചി എനിക്ക് തിരഞ്ഞെടുക്കാൻ? അച്ഛന്റെ ആഗ്രഹം പോലെ മോള് ജയനെ വിവാഹം കഴിക്കണം. അപ്പച്ചി, മോളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പച്ചി പറയുന്നത്. സ്നേഹിച്ച പുരുഷൻ ചതിച്ചു എന്ന് കരുതി ജീവിതകാലം മുഴുവൻ ദുഃഖിച്ചു കഴിയുന്നത് വിഡ്ഢിതമാണ് മോളെ. കഴിഞ്ഞതെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിന് മോള് തയ്യാറാകണം. സാവകാശം ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. വിവാഹത്തിന് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചോ? വാങ്ങിച്ചു. സെലക്ഷന് വേണ്ടി ലേഖയെ കൂടെ വിളിച്ചിട്ട് അവള് വന്നില്ല. അപ്പോൾ നീ സെലക്ട് ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമാണെന്ന് അർത്ഥം. അതിരിക്കട്ടെ, വീടുകളിൽ പോയി ക്ഷണിക്കേണ്ടവരെയൊക്കെ ക്ഷണിച്ചോ? ക്ഷണിച്ചു. പാലയങ്കാരനെയോ? അദ്ദേഹത്തെ ആദ്യം വിളിച്ചത്. എങ്കിൽ ഞാനും ഒന്ന് വിളിച്ചേക്കാം. ഹലോ, മിസ്റ്റർ ബാലയങ്കാരനല്ലേ? ഞാൻ കൃഷ്ണമേനോനാണ്. നാളെയാണ് ലേഖയുടെ വിവാഹം. ജയൻ വന്ന് വിളിച്ചെന്ന് പറഞ്ഞു. എന്നാലും ഞാനും ഒന്ന് വിളിക്കണമല്ലോ. എല്ലാം പെട്ടെന്നാണ് തീരുമാനിച്ചത്. അവൾ സമ്മതിച്ചു. ഉടനെ വിവാഹ തീയതിയും നിശ്ചയിച്ചു. മിസ്സിസിനെ കൂടെ കൂട്ടിക്കൊണ്ടുവരണം. കല്യാണം അമ്പലത്തിൽ വെച്ചായതുകൊണ്ട് വളരെ വേണ്ടപ്പെട്ടവരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. ശരി ശരി.